നമ്മളെല്ലാവരും ഫോൺ കമ്പനികളുടെ പരസ്യങ്ങൾ കാണാറുണ്ട്. 4 GB റാമുള്ള ഫോണ് 6 GB ആക്കാം, അതേപോലെ 6 GB റാമുള്ള ഫോണ് 12 GB ആക്കാം, അതുപോലെ 12 GB റാമുള്ള ഫോണ് 16 GB ആക്കാം എന്നൊക്കെ. നമ്മുടെ നിലവിലുള്ള മെമ്മറി എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അത് നമ്മളെ പറ്റിക്കുന്നതാണ്. നിലവിൽ നമ്മുടെ ഫോണിൽ 2 സ്റ്റോറേജ് സിസ്റ്റമാണ് വരുന്നത്. ഒന്ന് റാം സ്റ്റോറേജ്, അതാണ് നമ്മുടെ ഫോണിൻ്റെ യഥാർത്ഥ റാം എന്ന് പറയുന്നത്. ഭയങ്കര ഫാസ്റ്റായിട്ടുള്ളൊരു മെമ്മറിയാണ്, പെട്ടെന്ന് ഫയലുകൾ റീഡ് ചെയ്യാൻ പറ്റുന്നൊരു മെമ്മറിയാണ്. രണ്ടാമത്തെ നമ്മുടെ ഫോണിൻ്റെ റോം എന്ന് പറയുന്നതാണ് റീഡ് ഓൺലി മെമ്മറി, നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി. ഇപ്പോൾ ഇവർ പറയുന്നത് പ്രകാരം 4 GB റാമുള്ള ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 8 GB ആക്കാൻ പറ്റും. 8 GB നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 12 GB ആക്കാൻ പറ്റും. 12 GB എക്സ്റ്റെൻഡ് ചെയ്ത് 24 GB ആക്കാമെന്നൊക്കെ പറയുന്നെങ്കിലും അതൊരിക്കലും നമ്മുടെ ഫോണിൻ്റെ റാം പോലെ വരില്ല. ഇവിടെ നിങ്ങൾ ഫോട്ടോസ് ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിൽ കണ്ടോ, ഇതാണ് നമ്മുടെ റാം. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറി കാണാം. അതിൻ്റെ അകത്ത് ഒരു ചെറിയ പോർഷൻ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്, സ്വാപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ സ്വാപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ മെമ്മറി എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നിന്നാണ് കുറയുന്നത്. ഇങ്ങനെ കുറയുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി എത്രയാണോ അതിൽ നിന്നും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന മെമ്മറി 12 GB ആണ്, 12 GB കുറയുന്നു. അതുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി പെട്ടെന്ന് ഫുള്ളാവുന്നു. അതുകൊണ്ട് ഫോൺ ഹാങ് ആവുന്നു. നിലവിൽ നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി കുറയുകയും ചെയ്യും എന്ന് വെച്ചിട്ട് നമ്മുടെ ഫോണിൻ്റെ റാം ഒരിക്കലും കൂടുന്നതുമില്ല. അപ്പോൾ നിലവിൽ നമ്മുടെ ഫോൺ ഹാങ് ആകുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും സ്പീഡാകില്ല. അപ്പോൾ ഈ മെമ്മറി എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു പറ്റിപ്പാണ്. അത് നിങ്ങളുടെ ഫോണിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഓഫ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഇവിടുന്ന് കാണാൻ കഴിയും. നിങ്ങൾ മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇത് ഞാൻ റെഡ്മി ഫോണിലാണ് ചെയ്യുന്നത്. റെഡ്മി ഫോണിൽ കുറച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, അഡീഷണൽ സെറ്റിങ്സ്. അതൊന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടോ കുറച്ച് താഴെയായിട്ട് റാം എക്സ്റ്റൻഷൻ എന്ന് കാണാൻ കഴിയും. റാം എക്സ്റ്റൻഷൻ. ചില ഫോണുകളിൽ മെമ്മറി എക്സ്റ്റൻഷൻ എന്നായിരിക്കും, ചില ഫോണുകളിൽ റാം പ്ലസ് എന്നായിരിക്കും. നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മെമ്മറി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് ഇവിടെ കാണിക്കും. ഇവിടെ കണ്ടോ, ഞാൻ 2 GB എക്സ്റ്റെൻഡ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിൽ എത്ര GB എക്സ്റ്റെൻഡ് ആണെന്ന് നോക്കുക. ഇവിടുന്ന് ഈ റാം എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്യുക. ഇത് ഓൺ ചെയ്തപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫോണിൻ്റെ സ്പീഡൊന്നും കൂടില്ല. ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് ഈ ഒരു എത്രയാണോ എക്സ്റ്റെൻഡ് കൊടുക്കുന്നത് അത് കുറയുകയാണ് ചെയ്യുന്നത്. അതുമൂലം നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി കുറച്ചുകൂടെ ഹാങ് ആകും, ഫോൺ ഹാങ് ആകുകയും ചെയ്യും. നമ്മളിത് ഓഫ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഞാനിവിടെ നിന്ന് കൊടുക്കുന്നില്ല, സെറ്റിങ്സ് കാണിക്കാനുള്ളതാണ്. നിങ്ങളിതേപോലെ റാം പ്ലസ് ഓഫ് ചെയ്യുന്ന സമയത്ത് റീസ്റ്റാർട്ട് ചോദിക്കും. നിങ്ങൾ റീസ്റ്റാർട്ട് കൊടുക്കുക, എങ്കിലേ കറക്റ്റായിട്ട് അത് വർക്കാവും. ഇനി ചില ഫോണുകളിൽ ഈ സെറ്റിങ്സ് എല്ലായിരിക്കും, പല ഫോണുകളിലും പല സെറ്റിങ്സാണ്. അപ്പോൾ കിട്ടാത്ത ആൾക്കാർക്ക് എങ്ങനെ ഈ റാം എക്സ്റ്റൻഷൻ ഓഫ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേളിൽ ഇവിടെ സെർച്ച് ഉണ്ട്, എല്ലാ ഫോണിലും ഉണ്ട്. സെറ്റിങ്സിൻ്റെ ഏറ്റവും മേളിൽ ഒരു സെർച്ച്, അവിടെ മെമ്മറി എക്സ്റ്റൻഷൻ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. മെമ്മറി എക്സ്റ്റൻഷൻ. മെമ്മറി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ മെമ്മറി എക്സ്റ്റൻഷൻ എന്ന് നമുക്കിവിടെ വരുന്നത് കാണാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മെമ്മറി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ മെമ്മറി എക്സ്റ്റൻഷൻ വന്നില്ലെങ്കിൽ നിങ്ങൾ ഫുള്ള് ടൈപ്പ് ചെയ്യുക മെമ്മറി എക്സ്റ്റൻഷൻ എന്ന്. ഉണ്ട് ഇവിടെ മെമ്മറി എക്സ്റ്റൻഷൻ എന്ന് വന്നു. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ മെമ്മറി എക്സ്റ്റൻഷൻ ഇവിടെ നിന്ന് കാണാൻ കഴിയും. അത് നിങ്ങളെടുത്ത് ഓഫ് ചെയ്യുക. പല കമ്പനികളും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇതേപോലെ റാം എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കൂട്ടാം, 8 GB റാം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 12 GB ആക്കാമെന്നൊക്കെ. അതൊക്കെ വെറും പരസ്യത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്. ഒരിക്കലും നമ്മൾ 8 GB റാമിൻ്റെ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അത് 12 GB സ്പീഡ് കിട്ടില്ല. പിന്നെ സംഭവിക്കുന്നത് നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് എക്സ്റ്റൻഷൻ പോലെ കാണിക്കാവുന്നുള്ളൂ. ഇതൊരിക്കലും റാമിന് പകരമാവില്ല.